ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന LGS ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിൻ്റെ തുടർച്ചയായി നവംബർ 2 നടത്തിയ എക്സാമിൻ്റെ ലാസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് മാത്സ്, ന്യൂമറിക്കൽ എബിലിറ്റി, മെൻ്റൽ എബിലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ലാസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് നമ്മൾക്കിവിടെ ആൻസർ ചെയ്യാം. ഇതിന് മുന്നേ ഉള്ള 80 ക്വസ്റ്റ്യൻസും ഞാൻ പഴയ ഓരോ സീരീസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അല്ലാതെയും LGSന് വേണ്ടി ഒത്തിരി പ്രോബ്ലം സോൾവ് ചെയ്തതും ജനറൽ നോളജും എല്ലാം ഞാൻ മുൻപത്തെ എപ്പിസോഡുകളിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ പോയി കാണുക. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ബാക്കി 20 ക്വസ്റ്റ്യനും കൂടെ ഈ എപ്പിസോഡിൽ ഇന്ന് ചെയ്യുന്നതായിരിക്കും. ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 81. 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ. 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾക്ക് 4, 5, 6ന്റെ LCM എടുക്കണം. ഇനി ഇത് ഒന്നിലും ഡിവൈഡ് ചെയ്ത് പോകില്ല. അപ്പോൾ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ 2 × 2 4, 4 × 5 20, 20 × 3 60. അപ്പോൾ നമ്മുടെ ആൻസർ 60 ആണ് നമ്മളുടെ ആൻസർ. നമ്മൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ A 30, ഓപ്ഷൻ B 120, ഓപ്ഷൻ C 180, ഓപ്ഷൻ D 60. ഓപ്ഷൻ D 60 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 82ാമത്തെ ക്വസ്റ്റ്യൻ. 1/2 + 1/3 - 1/4 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. 1/2 + 1/3 - 1/4. 1/2 + 1/3 - 1/4 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 2യുടെയും 3യുടെയും 4ന്റെയും LCM എടുക്കാം. 2, 3, 4 LCM എടുക്കുമ്പോൾ 2, 3, 2. 2 × 3 6, 6 × 2 12. അപ്പോൾ 12 1/2 × 12 plus 1/3 × 12 minus 1/4 × 12. ഇതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഈ 2ഉം 12ഉം ക്യാൻസലായി 6, 3യും 12ഉം ക്യാൻസലായി 4, 4ഉം 12ഉം ക്യാൻസലായി 3. അപ്പോൾ നമ്മൾക്ക് എത്ര വരും? 6 + 4 - 3 / 12. അപ്പോൾ എത്ര ആൻസർ വരും? 6 + 4 10, 10 - 3 എത്ര? 7/12. അതാണ് നമ്മളുടെ ആൻസർ, 7/12. നമ്മൾക്ക് ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ A 4/13, ഓപ്ഷൻ B 7/12, ഓപ്ഷൻ C 5/8, ഓപ്ഷൻ D 9/12. അതിന് ഓപ്ഷൻ B 7/12 ആണ് നമ്മളുടെ ആൻസർ. എങ്ങനെ കിട്ടിയതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 83ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. √16 + 4² = k ആണെങ്കിൽ k യുടെ വില എന്ത്? √16 + 4² = k ആണെങ്കിൽ k യുടെ വില എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. √16 എന്ന് പറഞ്ഞാൽ 4 + 4² എന്ന് പറഞ്ഞാൽ 16 = 20. ഇപ്പോൾ k = 20. നമ്മൾക്ക് ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ A 32, ഓപ്ഷൻ B 8, ഓപ്ഷൻ C 20, ഓപ്ഷൻ D 36. അതിൽ ഓപ്ഷൻ C 20 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി നമ്മൾക്ക് 84ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 12 കളികൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ ശരാശരി റൺസ് 49 ആണ്. 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ് അയാളുടെ ശരാശരി 50 റൺസ് ആകുന്നത്? 12 കളി, ഒന്നും കൂടെ പറയാം. 12 കളികൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ ശരാശരി റൺസ് 49 ആണ്.
12 കളികൾ കഴിഞ്ഞപ്പോൾ അയാൾക്ക് കിട്ടിയ റൺസ് 49 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ് അയാളുടെ ശരാശരി 50 ആകുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 12 കളിയിൽ ശരാശരി 49 ആകുമ്പോൾ 12 × 49 റൺസ് ആണ് അയാൾക്ക് കിട്ടിയത്. ഇനി 13ാമത്തെ കളിയിൽ അയാൾക്ക് ശരാശരി 50 കിട്ടണമെങ്കിൽ എത്ര വേണമെന്നാണ്. അപ്പോൾ 13ാമത്തെ കളിയിൽ 12ാമത്തെ കളിയിൽ 49 എടുത്താൽ എത്രയാകുമെന്ന് നോക്കാം. ഒന്ന് ശിഷ്ടം 8 1 9 9 9 1 4 4 8 18. ഇപ്പോൾ ഇവർക്ക് ഉള്ളത് 588 റൺസ് ആണ് ഉള്ളത്. ഇനി 13ാമത്തെ കളിയിൽ ശരാശരി 50 വരണം എന്നുണ്ടെങ്കിൽ 13 × 50 വരണം. അപ്പോൾ എത്ര വരണം? 650 വരണം. അപ്പോൾ 650 ആണ് വരേണ്ടത്. അപ്പോൾ 650 മൈനസ് 588 എത്ര വരും? 550 62 റൺസ് കൂടി ഈ 13ാമത്തെ ഓവറിൽ എടുത്താൽ മാത്രമേ അവർക്ക് കംപ്ലീറ്റ് അവർ ഉദ്ദേശിക്കുന്ന ശരാശരി കിട്ടുകയുള്ളൂ. 62 റൺസ് എടുക്കണം. നമ്മുടെ ഓപ്ഷൻസ് 55 റൺസ്, 60 റൺസ്, 62 റൺസ്. ഇതിൽ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 62 റൺസ് ആണ് നമ്മൾക്ക് വേണ്ടത്. 62 റൺസ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18 × 21. ഇതെങ്ങനെയെന്ന് മനസ്സിലായല്ലോ അല്ലേ? 12 ഓവറിൽ ഇത്ര കിട്ടി, 13 ഓവറിൽ ഇത്ര കിട്ടിയാൽ മാത്രമേ ശരാശരി 50 ആവുകയുള്ളൂ. 50 ശരാശരി വേണമെങ്കിൽ ഇത്രയും വേണം. അപ്പോൾ എടുക്കേണ്ട ഡിഫറൻസ് 62. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18 × 21 പ്ലസ് 21 × 82 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. 18 × 21 അധികം 21 × 82 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് സിമ്പിൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 18 × 21 ഒരെട്ട് 8, ഓരോന്നൊന്ന്, ഇരട്ട് 16, 1 ശിഷ്ടം, ഒരെണ്ണം 3. അപ്പോൾ നമ്മൾക്ക് 8 7 378 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ 21 × 82 ഒരു 2 2 2 4 ഒരെട്ട് 8, ഇരട്ട് 16, 2 12 1 ശിഷ്ടം 7 17. അപ്പോൾ 17 22 അധികം ഈ 378 ഇവിടെ പ്ലസ് ആണല്ലോ 378. അപ്പൊ നമുക്ക് 10 1 ശിഷ്ടം 8 2 10 1 ശിഷ്ടം 8 3 11 1 ശിഷ്ടം 2 2100 എന്ന ആൻസർ കിട്ടും. നമ്മളുടെ ഓപ്ഷൻസ് 2214, 2100, 2200, 1982 എന്നതാണ്. അതിൽ ഓപ്ഷൻ ബി 2100 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി 2100. നമ്മൾക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 86ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 0.31 പ്ലസ് 0.21 × 2 എത്ര എന്നാണ്. .31 പ്ലസ് 0.21 × 2 എത്ര എന്നാണ്. 0.31 പ്ലസ് 0.21 × 2 ആദ്യം ചെയ്യാം. അപ്പോൾ 0.42. അപ്പോൾ 0.31 പ്ലസ് 0.42 എത്ര വരും? is equal to 73 എന്ന് വരും. 0.73 ആണ് നമ്മളുടെ ആൻസർ. നമ്മൾക്കുള്ള ഓപ്ഷൻസ് 1.04, 0.104,
0.073 0.73. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 0.73. 0.73 ആണ് നമ്മളുടെ ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 87ാമത്തെ ക്വസ്റ്റ്യൻ. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ ഗണിതത്തിന് ജയിച്ചു, 25 കുട്ടികൾ ഇംഗ്ലീഷിന് വിജയിച്ചു. 50 കുട്ടികളുള്ള ക്ലാസ് ആണ്. അതിൽ 40 കുട്ടികൾ ഗണിതത്തിന് ജയിച്ചു, 25 കുട്ടികൾ ഇംഗ്ലീഷിന് ജയിച്ചു. 18 കുട്ടികൾ ഗണിതത്തിനും ഇംഗ്ലീഷിനും ജയിച്ചു. ഈ 18 കുട്ടികൾ ഇംഗ്ലീഷിനും ഗണിതത്തിനും ജയിച്ചത് ഇതിനകത്തുള്ള കുട്ടികൾ തന്നെ ആയിരിക്കുമല്ലോ. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ജയിച്ച കുട്ടികളല്ലേ രണ്ടിനും ജയിക്കുള്ളൂ. അവിടെ ഈ 40, 25 ഇതിനകത്തുള്ള കുട്ടികൾ തന്നെയാണ് രണ്ടിനും ജയിച്ച 18 കുട്ടികൾ. എങ്കിൽ ഈ 2 വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരാണ്? അപ്പൊ തോറ്റത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ജയിച്ചത് കണ്ടുപിടിക്കാം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ജയിച്ച കുട്ടികളെ കണ്ടുപിടിക്കാം. 40ഉം 25ഉം ആണ് ജയിച്ചത്. മൈനസ് അതിൽ നിന്ന് 2നും കൂടെ ജയിച്ച 18 നമ്മൾ കുറയ്ക്കാം. കാരണം ഈ 65-നകത്ത് തന്നെയാണ് ഈ 18 പേരും വന്നിട്ടുള്ളത്. അപ്പോൾ 65 മൈനസ് 18 = 47. 47 പേരാണ് 2 സബ്ജക്റ്റിലെ ഏതെങ്കിലും ഒന്നിന് ജയിച്ച കുട്ടികളെന്ന് പറയുന്നത് 47 പേരാണ്. 50 പേരുള്ള ക്ലാസ്സിൽ 47 പേര് ജയിച്ചാൽ ബാക്കി 3 പേരാണ് തോറ്റത്. ഒന്നിനും ജയിക്കാതെ തോറ്റ കുട്ടികൾ 3 പേരാണ്. മനസ്സിലായല്ലോ? നമ്മൾക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്ഷൻസ് വന്നിട്ടുള്ളത് ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 2. അതിൽ ഓപ്ഷൻ സി 3 ആണ് നമ്മളുടെ ആൻസർ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. PQRS എന്നീ 4 ആളുകൾ നിരന്നു നിൽക്കുന്നു. PQRS എന്ന 4 ആൾക്കാർ നിരന്നു നിൽക്കുന്നു. ആ നിരന്നു നിൽക്കുന്ന ഓർഡറാണ് അടുത്ത് പറയുന്നത്. P എന്ന ആൾ ക്യൂവിന്റെ വലതുവശത്തും, P എന്നയാൾ ക്യൂവിന്റെ വലതുവശത്താണ്. അപ്പോൾ ക്യൂവിന്റെ വലതുവശത്താണ് P എന്നയാൾ. ആറിന്റെ ഇടതുവശത്തായി നിൽക്കുന്നു. ആറിന്റെ ഇടതുവശത്തും നിൽക്കുന്നു. എസ് എന്നയാൾ പിയുടെ ഇടതുവശത്തായും, ഇനിയടുത്ത് എസിനെ കുറിച്ച് പറയാണ്, പിയുടെ ഇടതുവശത്തായും ക്യൂവിന്റെ വലതുവശത്തായും നിൽക്കുന്നു. അപ്പോൾ ഇവിടെയാണ് എസ് എന്നയാൾ പിയുടെ ഇടതുവശത്തായും ക്യൂവിന്റെ വലതുവശത്തായും നിൽക്കുന്നു. എങ്കിൽ ഏറ്റവും ഇടത്തെ അറ്റത്ത് നിൽക്കുന്നത് ആര്? ഈ ഓർഡറിൽ ക്യൂ ആണ് ഏറ്റവും ഇടത്തെ അറ്റത്ത് നിൽക്കുന്ന ആള്, ക്യൂ ആണ്. നമ്മുടെ ഓപ്ഷൻസ് ഓപ്ഷൻ എ പി, ഓപ്ഷൻ ബി ക്യൂ, ഓപ്ഷൻ സി ആർ, ഓപ്ഷൻ ഡി എസ്, ഓപ്ഷൻ ബി ക്യൂ ആണ് നമ്മളുടെ ആൻസർ. ആ ഓർഡറിൽ നിന്ന് അത് മനസ്സിലാകും. അടുത്ത ക്വസ്റ്റ്യൻ. 103, 104, 107, 112, 119, 128 ഈ ശ്രേണിയിലെ അടുത്ത പദം എത്രയാണ്? നമ്മൾക്ക് പദം എഴുതാം. 103, 104, 107, 112, 119, 128 ഈ ശ്രേണിയിലെ അടുത്ത പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് ഇതിന്റെ ഡിഫറൻസ് നോക്കി പോയാൽ മതി. ഈ 103ഉം 104ഉം തമ്മിൽ ഡിഫറൻസ് 1 ആണ്. 104ഉം 107ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. 107ഉം 112ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. 112ഉം 119ഉം തമ്മിലുള്ള ഡിഫറൻസ് 7 ആണ്. 119ഉം 128ഉം തമ്മിലുള്ള ഡിഫറൻസ് 9 ആണ്. അപ്പോൾ ഈ അടുത്ത സംഖ്യയും ഇതും തമ്മിലുള്ള ഡിഫറൻസ് 11 ആയിരിക്കും. അപ്പോൾ 1, 3, 5, 7, 9, 11. 128ന്റെ അടുത്ത സംഖ്യ എത്രയായിരിക്കും? 139 ആയിരിക്കും. 28ഉം 11ഉം 39. 139 ആയിരിക്കും ഇവിടുത്തെ സംഖ്യ എന്ന് പറയുന്നത്. ഓപ്ഷൻസ് ഓപ്ഷൻ എ 139, ഓപ്ഷൻ ബി 135, ഓപ്ഷൻ സി 133, ഓപ്ഷൻ ഡി 141. ഇത് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 139.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പതിനാറ്, 36, 64, 114, 144 ഈ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത്? ഓഡ് വൺ ഔട്ടാണ്, ഒറ്റേനെ പുറത്താക്കുക. അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. 16, 36, 64, 114, 144 ഇത് കാണുമ്പോഴേ നമ്മൾക്ക് മനസ്സിലാകും ഇത് ഓരോന്നിന്റെ വർഗങ്ങളാണ്. ഈ 16 എന്ന് പറയുന്നത് 4ന്റെ വർഗമാണ്, 36 എന്ന് പറയുന്നത് 6ന്റെ വർഗമാണ്, 64 എന്ന് പറഞ്ഞാൽ 8ന്റെ വർഗമാണ്, 114 ഒന്നിലും ഇല്ല, 114 എന്ന് പറഞ്ഞാൽ 12ന്റെ വർഗമാണ്. അപ്പോൾ ഈ 114 ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് വേർത്ത് നിൽക്കുന്നത് 114 നമ്മളുടെ ഓപ്ഷൻസ് ഓപ്ഷൻ എ 36, ഓപ്ഷൻ ബി 64, ഓപ്ഷൻ സി 114, ഓപ്ഷൻ ഡി 144. അതിൽ ഓപ്ഷൻ സി 114 നമ്മളുടെ ആൻസർ. ഓപ്ഷൻ സി 114. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരാൾ തന്റെ സമ്പാദ്യത്തിന്റെ 7ൽ 2 ഭാഗം ഒന്നാമത്തെ മകനും 7ൽ 2 ഭാഗം ഒന്നാമത്തെ മകനും 2ൽ 5 ഭാഗം രണ്ടാമത്തെ മകനും 5ൽ 2 ഭാഗം രണ്ടാമത്തെ മകനും ബാക്കിയുള്ളത് മൂന്നാമത്തെ മകനും നൽകി എങ്കിൽ മൂന്നാമത്തെ മകന് ആകെ സമ്പാദ്യത്തിന്റെ എത്ര ഭാഗമാണ് ലഭിച്ചത്? അപ്പോഴ് ഇത്രയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ടോട്ടൽ സമ്പാദ്യത്തിന്റെ എത്ര ഭാഗമാണ് മൂന്നാമത്തെ മകന് കിട്ടിയത് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇതിനെ LCM എടുക്കണം. 7ന്റെയും 5ന്റെയും LCM എടുക്കാം. 35. അപ്പോൾ 35ൽ 35 ഇൻറ്റു 2/7 ഒരാൾക്ക് കിട്ടി, പ്ലസ് 35 ഇൻറ്റു 2/5 അടുത്ത ആളിന് കിട്ടി. അപ്പോൾ എത്ര ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കിട്ടിയത് എത്രയാണെന്ന് നോക്കാം. 35 7 കൂടെ പോയാൽ 5, 35 5 കൂടെ പോയാൽ 7. അപ്പോൾ 30 35ൽ 5 ഇൻറ്റു 2 10 പ്ലസ് 35ൽ 7 ഇൻറ്റു 2 14. അപ്പോൾ 35ൽ 10 പ്ലസ് 14 എത്ര? 24 രണ്ട് പേർക്കും കൂടെ കൊടുത്തു കഴിഞ്ഞു. 35ൽ 24 കൊടുത്തു കഴിഞ്ഞു. ഈ 35ൽ ബാക്കി എത്രയുണ്ട്? 11 ഉള്ളൂ. 35ൽ 24 പ്ലസ് 11 വന്നാലാണ് 35ൽ ഫുൾ ആകണത്. 35/35 ആകുള്ളൂ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 11/35 ആണ് മൂന്നാമത്തെ മോന് കൊടുത്തത്. മൂന്നാമത്തെ മോന് കൊടുക്കാനുള്ള സമ്പാദ്യം 11/35. നമ്മൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 5/12, ഓപ്ഷൻ ബി 11/35, ഓപ്ഷൻ സി 24/34, ഓപ്ഷൻ ഡി 7/12. നമ്മളുടെ ആൻസർ ഓപ്ഷൻ ബി 11/35 ആണ് നമ്മളുടെ ആൻസർ. 11/35 എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ കിട്ടിയത്? 11/35 കിട്ടിയത്. ഇനി 92ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1 മീറ്റർ നീളമുള്ള റിബണിൽ നിന്നും 0.63 മീറ്റർ നീളമുള്ള റിബൺ മുറിച്ചു മാറ്റിയാൽ ബാക്കിയുള്ള റിബണിന്റെ നീളം എത്ര? 1 മീറ്റർ ഉണ്ടായിരുന്നു, 0.63 മുറിച്ചു മാറ്റി. അപ്പോൾ ബാക്കി എത്ര വരും എന്നാണ് നമ്മൾക്ക് നോക്കേണ്ടത്. 1 മീറ്റർ ഉണ്ടായിരുന്നതിൽ നിന്ന് 0.63 മുറിച്ചു മാറ്റി. 10ൽ നിന്ന് 3 പോയാൽ 7, 9ൽ നിന്ന് 6 പോയാൽ 3, 0.37. അപ്പോൾ ബാക്കി എത്രയാണ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. 1 മീറ്റർ ഉണ്ടായിരുന്നതിൽ നിന്ന് 0.63 മാറ്റിയാൽ നമ്മൾക്ക് 0.37. ഇവിടെ 0.37 മീറ്റർ ആണ് നമ്മളുടെ ആൻസർ. ഓപ്ഷൻസ് 0.47 മീറ്റർ, ഓപ്ഷൻ ബി 0.37 മീറ്റർ, ഓപ്ഷൻ സി 0.037 മീറ്റർ, ഓപ്ഷൻ ഡി 37 മില്ലിമീറ്റർ. അതിന് നമ്മളുടെ ആൻസർ ഓപ്ഷൻ ബി 0.37 മീറ്റർ. ഇനി നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ട മത്സരം 10 സെക്കൻഡിൽ ഓടി പൂർത്തിയാക്കിയ ആൾ ശരാശരി എത്ര വേഗത്തിലാണ് ഓടിയത്? അപ്പോൾ എത്ര ദൂരം ഓടി എന്ന് തന്നിട്ടുണ്ട്. 100 മീറ്റർ ഓട്ട മത്സരമാണ് ആയിരുന്നു. 100 മീറ്റർ ഓടി 10 സെക്കൻഡിൽ ഓടി. അപ്പോൾ നമ്മൾക്ക് വേഗം കണ്ടുപിടിക്കണം. വേഗം എന്ന് പറയുന്നത് ദൂരം ഡിവൈഡഡ് ബൈ സമയമാണ്. അപ്പോൾ എത്ര വേഗം എന്ന് പറയാൻ 100 മീറ്റർ ഓടി എത്ര 10 സെക്കൻഡ് കൊണ്ട് ഓടി. അപ്പോൾ എത്രയാണ് വേഗം? 10 സെക്കൻഡാണ് വേഗം. 10 100 മീറ്റർ ഓടി 10 സെക്കൻഡിൽ ഓടി. എങ്കിൽ ദൂരം കണ്ടുപിടിക്കാൻ 100/10 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു വേഗം. വേഗം എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് വേഗം. നമ്മുടെ ഓപ്ഷൻസ്: എ 10 മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ബി 10 കിലോമീറ്റർ പെർ മണിക്കൂർ, ഓപ്ഷൻ സി 100 മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ഡി 10 കിലോമീറ്റർ പെർ സെക്കൻഡ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് സംഖ്യയോട് 0.111 കൂട്ടിയാൽ 1.011 കിട്ടും? ഏത് സംഖ്യയോട് 0.111 കൂട്ടിയാൽ 1.011 കിട്ടും? നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് ഈ കിട്ടുന്ന സംഖ്യയിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. എത്ര കൂട്ടണം എന്ന്, എത്രയാണ് കൂട്ടേണ്ടത് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. 1.011 മൈനസ് 0.111 എത്രയെന്ന് നോക്കാം. 11.0 ഇവിടെ നിന്ന് 1 ഇങ്ങോട്ട് കടമെടുത്താണ് 10 ആയത്. 11.9. അപ്പോൾ 0.9 ആണ് നമ്മളുടെ ആൻസർ. അപ്പോൾ 0.111നോട് 0.9 കൂട്ടിയാലാണ് 1.011 കിട്ടുന്നത്. നമ്മളുടെ ആൻസർ നോക്കാം. ഓപ്ഷൻ എ 0.999, ഓപ്ഷൻ ബി 0.9, ഓപ്ഷൻ സി 0.99, ഓപ്ഷൻ ഡി 1. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 0.9 ആണ് നമ്മളുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 580 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 609 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ലാഭശതമാനം കാണാനാണ്. നഷ്ടശതമാനം കാണാനും ഇതേ മെത്തേഡ് തന്നെയാണ്. 580 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 609 രൂപയ്ക്ക് വിറ്റു. ഇതിന്റെ ലാഭശതമാനമാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ലാഭശതമാനം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടിയെന്നും എത്ര രൂപയ്ക്ക് വാങ്ങിയെന്നും അതിന്റെ 100ൽ എത്ര വരും എന്നും നോക്കിയാൽ നമുക്ക് ലാഭശതമാനമായി. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ ലാഭം എത്രയാണ്? 609 മൈനസ് 580 ആണ് നമ്മൾക്ക് കിട്ടിയ ലാഭം. 580 വാങ്ങി 609 കൊടുത്തു. വാങ്ങിയതിൽ എത്രയാണ്? 580. അപ്പോൾ 100ന് എത്രയായിരിക്കുമെങ്കിൽ ഉള്ളത്? 100ന് എത്രയാണ് കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കണം. 609 മൈനസ് 580. 609 മൈനസ് 580 എത്ര വരും? 29. 29 ഡിവൈഡഡ് ബൈ 58 ഇൻറ്റു 10. ഈ 0 കൂടെ ഞാൻ ഓൾറെഡി വെട്ടി. അല്ലെങ്കിൽ 580 ഇൻറ്റു 100 എന്ന് ഇട്ടാലും മതിയായിരുന്നു. ഞാൻ ഓൾറെഡി വെട്ടിയ കാരണം 58ഉം 10ഉം ഇട്ടു. അപ്പോൾ ഇത് രണ്ടും കൂടെ പോയിട്ട് 1 2 10ഉം ഇതും കൂടെ പോയിട്ട് 5. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര? 1 to 5 5. നമ്മുടെ ആൻസർ എത്രയാണ്? 5%. അപ്പോൾ 609 രൂപയ്ക്ക് ഒരു സാധനം വിറ്റു, 580 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി 609 രൂപയ്ക്ക് വിറ്റു എങ്കിൽ ലാഭശതമാനം എന്ന് പറയുന്നത് 5%. നമ്മളുടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 7%, ഓപ്ഷൻ ബി 6%, ഓപ്ഷൻ സി 4%, ഓപ്ഷൻ ഡി 5%. നമ്മളുടെ ആൻസർ 5%. എങ്ങനെയാണ് കിട്ടിയതെന്ന് കറക്റ്റാ മനസ്സിലായല്ലോ അല്ലേ? ഇതേപോലത്തെ ക്വസ്റ്റ്യൻ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ലാഭശതമാനവും നഷ്ടശതമാനവും ഒക്കെ ചെയ്യാൻ. നഷ്ടശതമാനമാണെങ്കിൽ തിരിച്ച് എത്ര നഷ്ടം വന്നു, നമ്മളുടെ ഒറിജിനൽ വിലയിൽ നിന്നും എത്ര നഷ്ടം വന്നു,
ഇൻറ്റു 100 അതാണ് കണ്ടുപിടിക്കാനുള്ളത് നഷ്ടശതമാനം ചോദിച്ചാൽ. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്ത സംഗീത ഉപകരണം ഏതാണ്? ഗിത്താർ, വീണ, ഓടക്കുഴൽ, വയലിൻ. എല്ലാവർക്കും അറിയാം ഗിത്താർ എന്ന് പറഞ്ഞത് ഒരു സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണ്, കമ്പി കൊണ്ട് പ്രകമ്പനം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. വീണയും അതുപോലെ തന്നെയാണ്, സ്ട്രിങ് ആണ്. ഓടക്കുഴൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വായു വഴി ഊതിയാണ് വിടുന്നത്. വയലിനും സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ ഇത് നാലിലും പെടാത്തത് ഓടക്കുഴലാണ്. ഓപ്ഷൻ സി ഓടക്കുഴൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു, തുടർന്ന് 160 മീറ്റർ വലത്തോട്ട് നടക്കുന്നു, തുടർന്ന് 200 മീറ്റർ വലത്തോട്ട് നടക്കുന്നു, അതിനുശേഷം 50 മീറ്റർ ഇടത്തോട്ട് നടന്ന് നിൽക്കുന്നു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയെടുത്ത് നിന്നും എത്ര അകലെയാണ്? നമ്മൾക്കത് വരച്ച് തന്നെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് തെറ്റിപ്പോകും. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു. തെക്കെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, താഴോട്ട്. 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു. 200 മീറ്റർ. ഒരാൾ ഇവിടെ നിന്ന് 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു, തുടർന്ന് 160 മീറ്റർ വലത്തോട്ട് നടക്കുന്നു. ഇയാളുടെ വലത്തെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. അപ്പോൾ 160 മീറ്റർ ഇയാൾ വലത്തോട്ട് നടന്നു, തുടർന്ന് 200 മീറ്റർ വലത്തോട്ട് നടക്കുന്നു. ഇങ്ങോട്ട് നടന്നിട്ട് പിന്നെയും വലത്തോട്ട് അയാൾ 200 മീറ്റർ നടക്കുകയാണ്. 200 മീറ്റർ അയാൾ പിന്നെയും വലത്തോട്ട് നടന്നു. അതിനുശേഷം 50 മീറ്റർ ഇടത്തോട്ട് നടന്ന് നിൽക്കുന്നു. ഇവിടെ നിന്നിട്ട് അയാൾ ഇടത്തോട്ട് 50 മീറ്റർ നടന്നു, ഇങ്ങോട്ട് 50 മീറ്റർ നടന്നു. അപ്പോൾ ഒറിജിനൽ സ്ഥലത്ത് നിന്ന് എത്ര ദൂരം മാറിയാണ് ഇയാൾ നിൽക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇയാൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഇവിടെ നിന്നും അയാൾ ഇത്രയും ദൂരം മാറി. അപ്പോൾ ഇവിടെ 160 മീറ്റർ അയാൾ മാറി, ഇവിടെ 50 മീറ്റർ മാറി. അപ്പോൾ ടോട്ടൽ 160 പ്ലസ് 50 210 മീറ്റർ മാറിയാണ് അയാൾ. ഒറിജിനൽ സ്ഥലത്ത് നിന്ന് അയാൾ 210 മീറ്റർ മാറിയാണ് നിൽക്കുന്നത്. മനസ്സിലായല്ലോ? നമ്മളുടെ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു തരാം. ഓപ്ഷൻ എ 110 മീറ്റർ, ഓപ്ഷൻ ബി 610 മീറ്റർ, ഓപ്ഷൻ സി 210 മീറ്റർ, ഓപ്ഷൻ ഡി 410 മീറ്റർ. ഞാൻ പറഞ്ഞതുപോലെ 210 മീറ്റർ ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 12 അധികം 10 × 5 × 0 എത്ര എന്നാണ്. 12 പ്ലസ് 10 × 5 × 0 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. 12 അധികം 10 × 5 എത്രയാണ്? 50. 50 × 0 എത്രയാണ്? 0. ഏതൊരു സംഖ്യയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0, 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ സംഖ്യ. ഇവിടെ നമ്മൾക്ക് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത കാരണം അത് 0 ആയിപ്പോയി. അപ്പോൾ 12 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 12. ഇവിടെ നമ്മളുടെ ആൻസർ 12 ആണ്. ഓപ്ഷൻസ് 22, 0, 62, 12. നമ്മൾക്ക് ഓപ്ഷൻ ഡി 12 ആണ് നമ്മളുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ മാനസിക പരിശോധനയും നിരീക്ഷണ പാഠവും ഒക്കെ മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പ്രത്യേക കോഡിൽ ഡൽഹി എന്നതിനെ ക്രമീകരിച്ചപ്പോൾ HIDE ഹിഡൽ എന്ന് കിട്ടി. ഡൽഹിയെ ക്രോഡീകരിച്ചപ്പോൾ ഹിഡൽ എന്ന് കിട്ടി. എങ്കിൽ ഇറ്റലി എന്നതിനെ ഈ കോഡ് ഉപയോഗിച്ച് ഏത് രീതിയിൽ ക്രോഡീകരിക്കാം? ഇറ്റലിയെ എങ്ങനെ ക്രോഡീകരിക്കാം? ഈ കോഡ് ഉപയോഗിച്ച് ക്രമീകരിക്കാം എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡൽഹിയെ നമ്മൾ ഹിഡലാക്കി. അപ്പോൾ ഈ ലാസ്റ്റിലെ 2 എണ്ണം ഫസ്റ്റില് 2 പോയി. അതുപോലെ ഈ ലാസ്റ്റിലെ 2 എണ്ണം ഫസ്റ്റിലെ 2 പോകും. അപ്പോൾ LY ആദ്യം വരും. പിന്നെ ഈ ആദ്യത്തെ 3 എണ്ണം അവസാനത്തെ 3 എണ്ണമായി. അപ്പോൾ ആദ്യത്തെ 3 എണ്ണം ITA, അവസാനത്തെ 3 എണ്ണമായി. അപ്പോൾ നമ്മൾക്ക് ആൻസർ LYITA എന്ന് കിട്ടും. LYITA. ഇത് 4 ഓപ്ഷൻസ് ഉണ്ട്. LITAY, LYITA, LTIAY, LYTIA. നമുക്ക് ഓപ്ഷൻ ബി LYITA. ഇതാണ് നമ്മുടെ ആൻസർ.
L/IT. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇത് ചെയ്ത രീതി അത് വരണം. ഇത് നമ്മൾക്ക് നമ്മളുടെ ഈ സീരീസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ എപ്പിസോഡിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ സീരീസിലെയും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനു മുൻപേ ഞാൻ വേറെയും പല സീരീസും ഇട്ടിട്ടുണ്ട്, അതെല്ലാം പോയി പഠിക്കണം. ഇതിൽ 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ 100 ക്വസ്റ്റ്യൻസ് 100ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. നിങ്ങളത് കാണണം. ഇപ്പോൾ രേവതിയുടെയും അമ്മയുടെയും വയസ്സുകളുടെ തുക 36 ആണ്. രേവതിയുടെയും, ഇത് രേവതി, ഇത് അമ്മ. രേവതിയുടെ അമ്മയുടെയും വയസ്സുകളുടെ തുക, രണ്ടുപേരുടെ വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 36 ആണ്. അപ്പോൾ R+A, അമ്മയുടെ വയസ്സ്, രേവതിയുടെ വയസ്സ് 6 ആണെങ്കിൽ അമ്മയുടെ വയസ്സ് 7 എന്ന് എടുക്കുകയാണെങ്കിൽ R+A 36. 2 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് രേവതിയുടെ വയസ്സിന്റെ 4 മടങ്ങാകും. 2 വർഷം കഴിയുമ്പോൾ ടോട്ടൽ വയസ്സ് എത്രയാകും? 2 വർഷം കഴിയുമ്പോൾ രേവതിക്ക് 2 കൂടും, അമ്മയ്ക്ക് 2 കൂടും. അപ്പോൾ 2 4 കൂടും. അപ്പോൾ 36 എന്നുള്ളത് 2 വർഷം കഴിയുമ്പോൾ 40 ആകും. 2 വർഷം കഴിയുമ്പോൾ 40 ആകും. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് രേവതിയുടെ വയസ്സിന്റെ 4 മടങ്ങാകും. അപ്പോൾ രേവതിയുടെ വയസ്സ് 1 എടുത്താൽ അമ്മയുടെ വയസ്സ് 4 എന്ന് വരും. 4 മടങ്ങാണ്, 1:4 ആണ് വരുന്നത്. അപ്പോൾ എങ്കിൽ ഇപ്പോൾ രേവതിക്ക് എത്ര വയസ്സുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഇപ്പോഴുള്ള ടോട്ടൽ വയസ്സ്, 2 വർഷം കഴിയുമ്പോഴുള്ള ടോട്ടൽ വയസ്സ് 40 ആണ്. 2 വർഷം കഴിയുമ്പോഴുള്ള അനുപാതമാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് 2 വർഷം കഴിയുമ്പോഴുള്ള വയസ്സ് നമുക്ക് കണ്ടുപിടിക്കാം. 40 ഇൻറ്റു രേവതിയുടെ ആകുമ്പോൾ 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ വയസ്സ് തന്നിരിക്കുകയാണ്. അപ്പോൾ 1+4 എടുക്കാം. 1+4 എടുക്കാം. അപ്പോൾ 5 ആകും. 40 ഡിവൈഡഡ് ബൈ 5, 40 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 8. രേവതിക്ക് 2 വർഷം കഴിഞ്ഞുള്ള വയസ്സാണ് 8. അപ്പൊ രേവതി ഇപ്പൊ 2 വർഷം മുൻപ് ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 8 - 2 = 6. ഇപ്പോഴത്തെ വയസ്സ് 6 ആണ്. മനസ്സിലായല്ലോ. ഇപ്പോഴത്തെ രണ്ടുപേരുടെയും കൂടെ വയസ്സ് 36. 2 വർഷം കഴിയുമ്പോൾ രണ്ടുപേരുടെയും കൂടെ വയസ്സ് 40. 2 4 കൂടും. അപ്പോൾ പ്രൊപ്പോർഷൻ 2 വർഷം കഴിയുമ്പോഴുള്ളത് തന്നിട്ടുണ്ട്, 1:4. അപ്പോൾ 40 വയസ്സ്. അപ്പോൾ ഈ 40 1+4 രണ്ടുപേരുടെയും കൂടെ വയസ്സ്, അതിൽ 40 × 1 ആണ് രേവതിയുടേത്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 5 = 8. അത് 2 വർഷം കഴിഞ്ഞുള്ളത്. ഇപ്പോഴുള്ള വയസ്സ് കണ്ടുപിടിക്കുമ്പോൾ 8 - 2 = 6. നിങ്ങൾക്ക് ഈ ചാനൽ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം കറക്റ്റാ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഇത് എത്തിപ്പെടണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. നിങ്ങൾ പഠിച്ച റാങ്ക് ലിസ്റ്റിൽ കയറുക. എല്ലാവരും നല്ലതായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ടെസ്റ്റിന് മാത്രമല്ല, ഇതിപ്പോൾ LGSൻ്റെതാണ്. ഇത് മാത്രമല്ല, എല്ലാ PSC ടെസ്റ്റുകൾക്കും, സെക്രട്ടറി അസിസ്റ്റന്റ് ടെസ്റ്റിനും, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിനും എല്ലാത്തിനും ഉപകരിക്കുന്ന എല്ലാ സീരീസും ഞാൻ ഇങ്ങനെ ഇടുന്നതാണ്. നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലതുപോലെ കണ്ട് നല്ല റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക. താങ്ക് യു.